ഹായ്, സ്പാർക്ക് ബോധി ലേണിംഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 12ാം ക്ലാസ്സിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, അതായത് ക്ലോസ് പാക്കിംഗ്. ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ സോളിഡ്സിൽ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ്. നമുക്ക് ഏവർക്കും അറിയാം, സോളിഡ്സിൻ്റെ കാര്യത്തിൽ സോളിഡ്സിന് ഒരു ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. ആ ലോങ് റേഞ്ച് ഓർഡർ വരുന്നത് അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ വളരെ ഭംഗിയായ അറേഞ്ച്മെൻറ്റിൽ നിന്നാണ്. ആ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോസ് പാക്കിംഗ്. ഇനിയും കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം സ്പേസിൽ മാക്സിമം പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്ന സോളിഡ്സിൻ്റെ ആ ഒരു രീതിയെയാണ് നമ്മൾ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. The arrangement of constituent particles to minimum space, in a minimum space, it is called close packing. Okay ആണല്ലോ? Okay ആണ്. ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. 1-dimensional close packing, 2-dimensional close packing, 3-dimensional close packing. ഇതിൽ 1-dimensional close packing എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിലൂടെയോ വൈ ആക്സിസിലൂടെയോ ഇസഡ് ആക്സിസിലൂടെയോ മാത്രം പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ 1-dimensional ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ദാ ഈ കാണിക്കുന്നത് പോലെ. അപ്പോൾ 2-dimensional ക്ലോസ് പാക്കിംഗ്, ഒരു കാര്യം പറഞ്ഞോട്ടെ, 2-dimensional ക്ലോസ് പാക്കിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം കേട്ടോ. 2-dimensional ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ഡയമെൻഷനിലൂടെ, ഒന്നുമില്ലെങ്കിൽ എക്സ് വൈ, അല്ലെങ്കിൽ എക്സ് ഇസഡ്, അതുമല്ലെങ്കിൽ വൈ ഇസഡ്, ഇങ്ങനെ 2 ഡയമെൻഷനിലോട്ട് നമ്മുടെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ 2-dimensional ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. 2-dimensional ക്ലോസ് പാക്കിംഗ് 2 രീതിയിലുണ്ട്. ഒന്നാമത്തെ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ലെയറിനെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ അടുക്കും. സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ കൃത്യം മുകളിലെടുക്കും, ഈ കാണിക്കുന്നത് പോലെ. തേർഡ് ലെയർ അതിൻ്റെ മുകളിൽ, ഫോർത്ത് ലെയർ അതിൻ്റെ മുകളിൽ, അങ്ങനെ. ഇതിനെ നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ എ ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension എന്ന് പറയും. Where the first layer is exactly similar to the second layer. Okay, first layer second layerന് exactly similar ആകുന്ന അറേഞ്ച്മെന്റ്, അതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ എ ടൈപ്പ് അറേഞ്ച്മെന്റ് ഇൻ 2 dimension എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി എന്തുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് അവിടെ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, അതുകൊണ്ട്. ഓക്കെ ആണല്ലോ? ഇനി 2-dimensional ക്ലോസ് പാക്കിങ്ങിലെ രണ്ടാമത്തെ അറേഞ്ച്മെന്റ്, ആദ്യത്തെ ലെയർ നമ്മൾ പഴയതുപോലെ തന്നെ വെക്കും. രണ്ടാമത്തെ ലെയറിനെ നമ്മൾ ആദ്യത്തെ ലെയറിലെ പാർട്ടിക്കിൾസിന്റെ ഡിപ്രഷൻസിൽ വെക്കും, ഈ കാണിക്കുന്നത് പോലെ. മൂന്നാമത്തെ ലെയറിനെ രണ്ടാമത്തെ ലെയറിന്റെ ഡിപ്രഷൻസിൽ, നാലാമത്തത് മൂന്നാമത്തതിന്റെ ഡിപ്രഷൻസിൽ. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഒന്നാമത്തെ ലെയറിന് എക്സാക്ട്ലി സിമിലർ ആണ് മൂന്നാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയറിന് എക്സാക്ട്ലി സിമിലർ ആണ് അഞ്ചാമത്തെ ലെയർ. എന്നാൽ രണ്ടാമത്തെ ലെയർ നാലാമത്തെ ലെയറിനോടാണ് സിമിലാരിറ്റി, നാലാമത്തെ ലെയർ ആറാമത്തെ ലെയറുമായിട്ടാണ് സിമിലാരിറ്റി. ഓക്കെ ആണല്ലോ? സോ ദിസ് കൈൻഡ് ഓഫ് എൻ അറേഞ്ച്മെന്റ് ഈസ് കോൾഡ്, ഫസ്റ്റ് ലെയറിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു, സെക്കൻഡ് ലെയറിനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു, തേർഡ് ലെയർ എന്തായിരിക്കും? എ തന്നെയായിരിക്കും. സോ എ ബി എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഇൻ 2-dimensional ക്ലോസ് പാക്കിംഗ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ അറേഞ്ച്മെന്റിനെ നമുക്ക് മറ്റൊരു രീതിയിൽ വിളിക്കാം, ദാറ്റ് ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, ബിക്കോസ് യു ക്യാൻ ഫോം എ ഹെക്സഗൺ ഓവർ ദെയർ. അവിടെ നിങ്ങൾക്കൊരു ഹെക്സഗൺ വരച്ചുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഈ കാണിക്കുന്നത് പോലെ. അതുകൊണ്ട് ഈ ക്ലോസ് പാക്കിങ്ങിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension എന്നും വിളിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. 3-dimensional നോക്കാമല്ലോ. 1-dimensionalലും 2-dimensionalലും ഇനി നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനി 3-dimensional നോക്കാം. 3-dimensional ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കിതിനെ മൊത്തത്തിൽ 3 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഒന്ന്, നമ്മുടെ 2-dimensional സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന 3-dimensional ക്ലോസ് പാക്കിംഗ്. 2, നമ്മുടെ 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സ്, 3-dimensional arrangements.
ഓക്കെ അല്ലേ? സോ ആദ്യം നമുക്ക് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഏതാണെന്ന് നോക്കാം. 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്, കണ്ടല്ലോ. അതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് വെക്കുന്നു. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി. ഇനി ആ ബോൾസിന്റെ ആ ഫസ്റ്റ് ലെയറിന്റെ കൃത്യം മുകളിൽ ഞാൻ സെക്കൻഡ് ലെയർ അടുക്കുവാണേ, ഈ കാണുന്ന പോലെ. ഇനി അതിന്റെ കൃത്യം മുകളിൽ തേർഡ് ലെയർ, അതിന്റെ കൃത്യം മുകളിൽ ഫോർത്ത് ലെയർ. കണ്ടല്ലോ? യെസ്, ഇതേപോലെ. ഇതാണ് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇതിന്റെ പേര് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ്. ഇതിന്റെ പേരെന്താണ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നൗ നമ്മുടെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ്, 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? സോ ഇതാണ് നമ്മുടെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ ആണല്ലോ അല്ലേ? സോ അതിനെ നമുക്ക് പഴയതുപോലെ ഇങ്ങനെ വെക്കാം. ഇനി ആ ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻസിൽ നമ്മൾ ആരെ പ്ലേസ് ചെയ്യുന്നു? സെക്കൻഡ് ലെയറിനെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്തു. ഇനി അതിലൊന്ന് നോക്കിക്കേ. അതിലിപ്പം നിങ്ങൾക്ക് എത്ര ടൈപ്പ് വോയിഡ്സ് കാണാൻ സാധിക്കുന്നുണ്ട്? 2 ടൈപ്പ് വോയിഡ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാ അത്? ഫസ്റ്റ് വോയിഡ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലെയറിന്റെയും ഫസ്റ്റ് ലെയറിന്റെയും ഇടയിൽ ഉണ്ടായിരിക്കുന്ന വോയിഡ്സ്. അതിനെ നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്നാണ് വിളിക്കുക. ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡ്സിനെ മനസ്സിലായല്ലോ? ഫസ്റ്റ് ലെയറിനും സെക്കൻഡ് ലെയറിനും കൂടെ ഉള്ളിലുണ്ടായ വോയിഡ്സ് ആണ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. എല്ലാ ടെട്രാഹെഡ്രൽ വോയിഡ്സും പടത്തിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ അല്ലേ? ഇവരെ കൂടാതെ രണ്ടാമതൊരു ടൈപ്പ് വോയിഡ്സും കൂടെ അവിടെയുണ്ട്. ഏതാണ് ആ വോയിഡ്സ്? ആ വോയിഡ്സിനെ നിങ്ങൾക്ക് കാണാം. ആ വോയിഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിലും ആ വോയിഡ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ലെയറിലും ആ വോയിഡ്സ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. വോയിഡ്സ് എന്ന് ടീച്ചർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. വോയിഡ്സ് എന്താണ്? വോയിഡ്സ് ആർ ദ എംപ്റ്റി സ്പേസസ് ഇൻ ക്ലോസ് പാക്കിംഗ്. ക്ലോസ് പാക്കിങ്ങിൽ ഉണ്ടാവുന്ന എംപ്റ്റി സ്പേസസ് ആണ് വോയിഡ്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സോ ഈ എംപ്റ്റി സ്പേസസ്, 2 ടൈപ്പ് എംപ്റ്റി സ്പേസസ് ഉണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡ്സും ഒക്ടാഹെഡ്രൽ വോയിഡ്സും. ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയറിനും ഫസ്റ്റ് ലെയറിനും ഇടയിൽ ഉണ്ടായതാണ്. അതേസമയം ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെയർ മുതലേ അവിടെ എക്സിസ്റ്റിംഗ് ആണ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഓക്കെ. സോ മൂന്നാമത്തെ ലെയർ നമ്മൾ വെക്കാൻ പോകുകയാണ്. ഓക്കെ, വി ആർ അബൌട്ട് ടു പ്ലേസ് ദ തേർഡ് ലെയർ. തേർഡ് ലെയർ എനിക്ക് എത്ര രീതിയിൽ വെക്കാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. എത്ര രീതിയിൽ വെക്കാൻ സാധിക്കും? തേർഡ് ലെയർ നമുക്ക് 2 രീതിയിൽ വെക്കാൻ സാധിക്കും. ഏതൊക്കെയാണത്? ഒന്ന്, മൂന്നാമത്തെ ലെയറിനെ ഞാൻ ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ മുകളിൽ വെക്കുന്നു. 2, മൂന്നാമത്തെ ലെയറിനെ ഞാൻ ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ മുകളിൽ വെക്കുന്നു. ഇപ്പം നിങ്ങൾ അവിടെ ഒന്ന് നോക്കിക്കേ. നമുക്ക് 2 ടൈപ്പ് അറേഞ്ച്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ അറേഞ്ച്മെന്റ്, അതായത് മൂന്നാമത്തെ ലെയർ ടെട്രാഹെഡ്രൽ വോയിഡ്സിൽ വെച്ച് കിട്ടിയ ആദ്യത്തെ അറേഞ്ച്മെന്റ്, ആ അറേഞ്ച്മെന്റിൽ മൂന്നാമത്തെ ലെയർ ഫസ്റ്റ് ലെയറിനോട് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? നോക്കിക്കേ, എക്സാക്ട്ലി സിമിലർ അല്ലേ? ആണ്. സോ ഇപ്രകാരം അടുക്കുന്നത് വഴി നമുക്ക് എന്താണ് കിട്ടിയത്? നമുക്കൊരു സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് കിട്ടി. ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഡിറൈവ്ഡ് ഫ്രം ദ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഓക്കെ അല്ലേ? ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റ്. ഓക്കെ ആണല്ലോ? എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് ഓർ എ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റ് ഇൻ 3 ഡയമെൻഷൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ അടുത്ത അറേഞ്ച്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മൂന്നാമത്തെ ലെയറിനെ നമ്മുടെ ഒക്ടാഹെഡ്രൽ വോയിഡ്സിൽ പാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സോ ഒക്ടാഹെഡ്രൽ വോയിഡ്സിലാണ് നമ്മൾ അടുത്ത ലെയർ വെക്കുന്നത്. കണ്ടോ? ഇപ്രകാരം. നൗ യു സീ ദ തേർഡ് ലെയർ.
ആ തേർഡ് ലെയർ മറ്റേതെങ്കിലും ലെയറുമായിട്ട് സിമിലാരിറ്റി വന്നിട്ടുണ്ടോ? ഇല്ല. അത് മൂന്നാമത്തെ ഒരു ലെയറാണ്. പേരിടാനാണെങ്കിൽ ഫസ്റ്റ് ലെയറിനെ എ, സെക്കൻഡ് ലെയറിനെ ബി, തേർഡ് ലെയറിനെ സി എന്ന് പേരിടണം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് എൻ അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഓക്കെ ആണല്ലോ? സോ 3 ഡയമെൻഷനിലെ 3 ക്ലോസ് പാക്കിംഗ് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെയും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെയും എഫിഷ്യൻസി എന്ന് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 74%. ഓക്കെ. സോ സോളിഡ് സ്റ്റേറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ കണ്ടത്, ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളോടൊപ്പം ചേരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക് യു.